ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ചെറുട്ടി റോഡ് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹം ആരംഭിച്ചു. മെയ് 5 വരെ തുടരുന്ന സപ്താഹത്തിൽ വിനുജി നിലമ്പൂരാണ് യജ്ഞാചാര്യൻ. ചെറുട്ടി റോഡ് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഏപ്രിൽ 28 മുതൽ മെയ് 5 വരെ നടക്കുന്ന 7ാമത് ശ്രീമദ് ഭാഗവത സപ്താഹം ഗുരുവായൂർ ദേവസ്വം ബോർഡ് മുൻ ചെയർമാനും കോഴിക്കോട് കോർപ്പറേഷൻ മുൻ മേയറുമായ തോട്ടത്തിലെ രവീന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ഭഗവാന്റെ സ്വർഗാരോഹണ സമയത്ത് ഉദ്ധവര് ചോദിച്ചു എന്ന് ഭഗവാനോട് പറഞ്ഞു, അങ്ങുകൂടി പോയാൽ ഈ കലിയുഗത്തിൽ ഞങ്ങളുടെയൊക്കെ സജ്ജനങ്ങളായിട്ടുള്ള ഞങ്ങളുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കുന്നു. അപ്പോഴാണ് ശരിക്കും ഭഗവാന് പോലും അത് ശരിയല്ലേ എന്നുള്ളത് തോന്നിയത്. അങ്ങനെയാണ് ഭഗവാൻ പറഞ്ഞത്, എൻ്റെ മുഴുവൻ തേജസ്സും സർവ്വ തേജസ്സും ഞാൻ ഈ ഭാഗവതത്തിൽ ലയിപ്പിക്കുന്നു. അതാണ് ഈ ഭാഗവതം എവിടെ നടക്കുന്നു അവിടെ ഭഗവാന്റെ സാന്നിധ്യമുണ്ടെന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം അതാണ്. ക്ഷേത്രം പ്രസിഡന്റ് AP സായിനാരായണൻ, PR സുനിൽ സിംഗ്, TV നാരായണൻ, AP കൃഷ്ണകുമാർ, PN ഗോപികുമാർ, PS സതീഷ് കുമാർ, K ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. വിനുജി നിലമ്പൂരാണ് യജ്ഞാചാര്യൻ. ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരുവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. പീതാംബരം കരവിരാജിത ചക്രശംഖ കൗമോദഗീ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തളി ബ്രാഹ്മണ സമൂഹ മഠത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന കോഴിക്കോട് ഭജനോത്സവം ആരംഭിച്ചു. ബ്രാഹ്മണ സമൂഹം പ്രസിഡന്റ് P